ഇന്നെന്തായാലും മീനൊന്നും വാങ്ങിച്ചില്ല, കാരണം മീൻകറി കുറച്ചിരിപ്പുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് അധികം പച്ചക്കറികൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ഇന്നത്തേക്ക് മെഴുക്ക് പുരട്ടാനുള്ള കോവക്ക ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറിച്ചൊക്കെ എടുക്കണതാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മൂത്തതൊക്കെ ആയിരിക്കും, അതരിഞ്ഞ് കറി വെച്ചാൽ തന്നെ ഒരു പുളിപ്പൊക്കെ ആയിരിക്കും. ഇത് നല്ല കക്കൊക്കെ ആയത് കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെച്ചാൽ. പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ ഇത്തിരി പിണ്ടിക്കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചേ. ചെറുകായൻ്റെ പിണ്ടിയാണ് അത്. ഞാനിങ്ങനെ പൊളിച്ചൊക്കെ കളയാണ്ട് വെച്ചേച്ചാൽ എന്താണെന്നാ അത് ചീത്തയാവാതിരിക്കാനാണ്. അങ്ങനെ ഇത് ഒരാഴ്ചയായിട്ട് പറിച്ചൊക്കെ വെച്ചിട്ട്, എങ്കിലും അത് ഞാൻ നന്നാക്കിയൊക്കെ എടുത്തപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. കോലുകപ്പയൊക്കെ ഇട്ട് വെക്കുക, പരിപ്പും ഇടുക, തേങ്ങ അരച്ചൊക്കെ വെക്കുക എന്ന് വിചാരിച്ച് കപ്പയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. പിണ്ടി നല്ലപോലെ നമുക്ക് അരിഞ്ഞെടുക്കുക. എല്ലാവരും ഉണ്ടല്ലോ ഈ പിണ്ടി അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നൂല് നമ്മൾ ചിറ്റിയൊക്കെ എടുക്കുക. ചിറ്റി എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് നീളത്തിലെല്ലാം കൂടെ കൂട്ടി ചായച്ച് വെച്ച് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുണ്ടല്ലോ പണ്ടത്തെ ആളുകളൊക്കെ ഈ ഈർക്കിലൊക്കെ വെച്ച് ഇങ്ങനെ ചുറ്റിയൊക്കെ എടുക്കുകയെ. അതെന്തിനാണെന്നാ അതിൻ്റെ നൂലൊക്കെ കളയാനാണ്. ഈർക്കിലൊക്കെ എടുക്കാൻ പോകാൻ എനിക്ക് മടിയായി. കാരണം എന്താണെന്നാ മുറ്റമൊക്കെ അടിക്കണ ചൂലൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെയ്തൊക്കെ നോക്കണേണ്. നൂല് പോരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കിയത് വളരെ ഉപകാരമായി തീർന്ന്. നല്ല നൂലെല്ലാം അതേ ചിറ്റിയായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം അതേ നൂല് കണ്ട ഒത്തിരി നൂലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചിറ്റിയെടുത്തപ്പോൾ ഇത്ര നൂല് കിട്ടി. പിന്നെ ഞാൻ പിണ്ടിയൊന്നും ചെറിയ രീതിയിലൊന്നും അരിഞ്ഞൊന്നുമില്ല. ഞാൻ ഈ നല്ല ബലമുള്ളൊരു കയ്യിലെടുത്ത് നല്ലപോലെ ഉടച്ചുടച്ച് കൂട്ടി. അപ്പോഴുണ്ടല്ലോ നമ്മൾ അരിഞ്ഞരിഞ്ഞ് മെനക്കെടണേയും ഭേദം ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു കയ്യിൽ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കാൻ കണ്ട ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പിണ്ടിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഈ പിണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്.